ഗുഡ് മോർണിംഗ്. ഞാന് വടക്കാങ്ങര, മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. വടക്കാങ്ങര എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്, മക്കരപ്പറമ്പ് പഞ്ചായത്തില്. ഞാന് ഒരു കുട്ടിക്കാലം മുതലേ എനിക്ക് വയറുവേദന ഉള്ള ഒരാളായിരുന്നു. പിന്നെ ഏകദേശം ഒരു 18 വയസ്സായപ്പം പിന്നെ വയറുവേദന പെട്ടെന്ന് നിന്നു, ഒരു ഡോക്ടറിൽ നിന്ന് മരുന്ന് കിട്ടിയതിന് ശേഷം. കാരണം ഞാൻ കോഴിക്കോട് മുതൽ പാലക്കാട് വരെ 10ാം ക്ലാസ് പഠിക്കുന്നത് വരെ ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് പോവുമായിരുന്നു. പിന്നെ അച്ഛനമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് എന്ത് ചെയ്തു വെച്ചാല്, ഈ 98-ല് വയറുവേദന നിന്നതിന് ശേഷം എനിക്ക് ഷുഗർ വന്നു. ഷുഗർ വന്നിട്ട് അന്ന് മുതലേ ഇൻസുലിൻ വയ്ക്കണം. ഈ കുട്ടിക്കാലം മുതൽ തന്നെ ഷുഗർ വന്നപ്പോ ഭയങ്കര പിന്നെ ഡൗൺ ആയി എന്റെ മനസ്സും. കാരണം ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും അത്രയധികം സന്തോഷിക്കാൻ കഴിയില്ല. എപ്പോഴും ക്ഷീണം, ഉറക്കവരവ്, പിന്നെ ശാരീരികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് എനിക്കുണ്ടായിരുന്നില്ല. ഉള്ള ശരീരം തന്നെ ക്ഷയിച്ചുകൊണ്ട് വന്നു. നല്ല മുടിയൊക്കെ ഉള്ള ആരായിരുന്നു, മുടിയും തടിയൊക്കെ ഉള്ള ആളായിരുന്നു. അതൊക്കെ ക്ഷയിച്ച് വളരെ ഒരു സ്കെൽട്ടൺ ആയിട്ടോടെ വന്നു. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ TTC ഒക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അതുപോലെ തന്നെ സ്കൂളിൽ പോയി അങ്ങനെ ഉറക്കം വരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളായി, 2ഉം സിസേറിയനാണ്. ഇപ്പോ ഈയിടെയായിട്ട് ഒരു 2021-ല് വീണ്ടും വയറുവേദന വന്നു. അപ്പൊ വയറുവേദന വന്നപ്പോഴാണ് പിന്നെ ആദ്യം വയറുവേദന വന്നപ്പോഴൊന്നും സ്കാനിങ്ങോ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാല് ആരും റെക്കമെൻഡ് ചെയ്തിട്ടുമില്ല. അവര് കുറെ ഗ്യാസാണ്, പിന്നെ എന്താ പറയാ, ഉള്ളില് പഴുപ്പാണ്, അങ്ങനെ ഓരോരോ പലതരത്തിലുള്ള ഗുളികളും കുടിച്ചതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്ത് ഈ ഇൻസുലിന്റെ അഭാവം നമുക്ക് അറിഞ്ഞ് അങ്ങനെ ഷുഗറായിട്ട് മാറിയത്. പിന്നീട് ഇപ്പൊ 21-ല് വയറുവേദന അതുപോലെ തന്നെ കഠിനമായിട്ട് വയറുവേദന വരുമ്പോ നമുക്ക് ഇങ്ങനെ കുനിഞ്ഞ് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ. നമ്മള് നിസ്കരിക്കുമ്പോ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷനിൽ അങ്ങനെ മുട്ടില് തല വെച്ച് കിടന്നാൽ മാത്രമേ ഒരു ആശ്വാസം കിട്ടൂ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്കൊരു ഗുഡ് പൊസിഷൻ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനത്തെ രീതിയിലായിരുന്നു എന്റെ അവസ്ഥ. അതിനുശേഷം 1,00,000 രൂപ വില വരുന്ന ഒരു വലിയൊരു സ്കാനിങ് നടത്തി. അപ്പോൾ നടത്തിയപ്പോ ഇതാണ് പറഞ്ഞത്, പാൻക്രിയാസ് എന്നൊരു വസ്തു നമ്മുടെ ഷോക്കേസിൽ വെക്കുന്ന ഒരു വസ്തുവിനെ പോലെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. കാരണം അതിലുള്ള ഒരു എൻസൈമും പുറപ്പെടുവിക്കാത്തതിനാലാണ് നിങ്ങൾക്ക് ഈ ശരീരത്തിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള പിന്നെ ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ആരോഗ്യം കിട്ടുന്നില്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഈ ശരീരത്തിന്റെ ഈ ശ്വാസത്വം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോ അതിനെന്താ റെമഡി ചോദിച്ചപ്പോ പറഞ്ഞു, ഈ പാൻക്രിയാസ് ഫുള്ളായിട്ട് നമ്മളൊരു ബിസ്ക്കറ്റിന്റെ ഉള്ളിൽ എങ്ങനെയാണോ ബിസ്ക്കറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ സ്വർണ്ണ കളറ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ഇത് ഒരു 20 ലക്ഷത്തിലധികം, 22 ലക്ഷത്തോളം വരുന്ന പറഞ്ഞത്. ഓപ്പറേറ്റ് ചെയ്ത അത് അതിന്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞാലേ ഉള്ളൂ ഈ വയറുവേദന മാറുള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ അതേ സമയത്ത് തന്നെ പാൻക്രിയാസ് ഒരു വലിയൊരു ബലൂൺ പോലെ വീർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടു. അതിലൊരു തീഗോളം പോലെയായിരുന്നു കണ്ടത്. അപ്പൊ അവര് പറഞ്ഞൊരു എൻഡോസ്കോപ്പി കൂടി ചെയ്യാന്ന്. എൻഡോസ്കോപ്പി എടുത്ത് നോക്കി, പിറ്റത്തെ ആഴ്ച എൻഡോസ്കോപ്പി എടുത്ത് നോക്കിയപ്പോഴേക്കും ഈ വയറിന്റെ ഉള്ളിലുള്ള സ്റ്റൊമക്ക് കറക്റ്റ് ആയിട്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പാൻക്രിയാസിന്റെ അവസ്ഥ അതുപോലെ തന്നെയാണ് ഇനി. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് അതുകൊണ്ട്, പക്ഷെ എനിക്ക് തന്നിരുന്ന സഡേഷൻ, അരമണിക്കൂർ നേരത്തേക്ക് തന്ന സഡേഷൻ എനിക്ക് രാവിലെ 9 മണിക്ക് തന്നിട്ട് 9:30 ആകുമ്പോഴേക്കൊക്കെ റെഡി ആവേണ്ട കാര്യം, പക്ഷെ എനിക്ക് വൈകുന്നേരം ഒരു 4 മണി 5 മണി വരെ എനിക്ക് അബോധാവസ്ഥയിലായി. അപ്പൊ അത് കാരണം പറഞ്ഞു നമുക്ക് ഇത്ര കുറച്ച് എമൗണ്ട് വരെ തന്നിട്ടും ഈ ശരീരത്തില് സഡേഷൻ ഏൽക്കാത്തതിനാല്, ബോധം വരാത്തതിനാല് നമുക്ക് ഈ പിന്നെ ഹൈ റിസ്ക് ആണ് ഇവർക്കൊരു ഓപ്പറേഷൻ നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റാന് ഒരു നിവൃത്തിയില്ല. അതായത് അതിന്റെ ഉള്ളിലുള്ള കൊഴുപ്പടിഞ്ഞിട്ടുള്ള ഈ ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്നവരെ മാറ്റാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഇനി കഴിക്കുന്ന ഫുഡിന്ന് ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കൂടാതെ നമുക്ക് ശ്രദ്ധിക്കാനേ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഈ 2 ഗുളിക പിന്നെ കഴിക്കണം, ഈ ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിനു വേണ്ട മിനറൽസ് ഇറങ്ങുന്ന മറ്റുള്ള ഗുളികകളും അങ്ങനെ ടോട്ടല്. പിന്നെ ഈ ഇൻസുലിൻ വെച്ച് നോക്കിയപ്പോ എങ്ങനെ നോക്കിയാലും നല്ലോണം ഹൈ ആവും അല്ലെങ്കിൽ നല്ലോണം ലോ ആവും. അപ്പൊ
ഇതിന്റെ പ്രശ്നം അറിയാൻ വേണ്ടി എൻഡോക്രൈൻ വിഭാഗത്തിലും പോയി. ഇതൊക്കെ കാണിക്കുന്നത് നമ്മളെ അമൃത ഹോസ്പിറ്റലിലാണ്. ഇപ്പൊ പോയപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത് ഇത് പാൻക്രിയാറ്റിക് ഷുഗർ എന്നുള്ള വിഭാഗത്തിലാണ്. സാധാരണ ഇൻസുലിൻ കൊണ്ട് ഇതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഫിയാസ്റ്റിൻ ബയാസ്റ്റിൻ പറഞ്ഞിട്ടുള്ള 2 ഇൻസുലിൻ 4 തവണയായിട്ട് ഒരു ദിവസം എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഷുഗർ ഇങ്ങനെ വേരിയന്റ് ആവും. അപ്പൊ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അങ്ങനെ ഒരാഴ്ചയിൽ ചെക്ക് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തപ്പോ പറഞ്ഞു എപ്പോഴും എനിക്ക് എന്ത് ചെയ്യുന്നറിയോ, 4 മണിക്കൂർ കൂടുമ്പോ ഷുഗർ ഫസ്റ്റ് ഡൗൺ ആവും. ഫുഡ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹൈ ആവും. അപ്പൊ ഒരു 300-400 റേഞ്ചിലേക്ക് അങ്ങോട്ട് ഹൈ ആവും. കുറയാണെങ്കിലോ 60, 40, 30 എന്ന റേഞ്ചിലേക്ക് തീരെ താഴത്തേക്ക് വരും. കൂടുമ്പോ നമുക്ക് ക്ഷീണേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ കിടക്ക, ഒരു എന്താ പറയാ, നിലാവത്ത് കോഴിയെ വിട്ട പോലെ ഇങ്ങനെ നടക്കുക എന്നുള്ള രീതിയായിരിക്കും. പക്ഷെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും കഴിയില്ല. അതായത് പാമ്പ് കടിച്ച മരണം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കാലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വരും. പിന്നെ നമുക്ക് പുറത്ത് നടക്കുന്ന സൗണ്ട് ഒക്കെ അറിയാം, പക്ഷെ ഒന്നും നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല. നമ്മൾ അങ്ങനെ ഒരു മരിച്ചൊരവസ്ഥയിലെത്തും. പിന്നെ അതിൽ നിന്ന് മധുരമൊക്കെ തന്നാലേ അതിന് റിക്കവർ ചെയ്യുള്ളൂ. അങ്ങനെയായിരുന്നു ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്റെ ഈ വലത് കൈയിന്റെ ഈ വിരലിന് ഈ ഭാഗത്ത് ഫുള്ള് വേദന വന്നിട്ട് ഒന്നും പിടിക്കാൻ വയ്യ. ഒരു തോർത്ത് പിടിക്കാനോ സോപ്പ് തേക്കാനോ ചൂല് പിടിക്കാനോ നമ്മൾക്ക് വീട്ടിലുള്ള ഒരു പണിക്കും തന്നെ വലത് കൈ കൊണ്ട് പിടിക്കാൻ വയ്യ. ഇടത് കൈയാണെങ്കിൽ നല്ല ചുരുങ്ങും മടങ്ങും പിടിക്കാനൊക്കെ പറ്റും. വലത് കൈ കൊണ്ട് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ, നല്ല വേദന. അപ്പൊ ഇത് മാറുന്നതിന് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വെച്ചിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യും, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഇതിന് ഓരോന്നിനും 10,000 മുതൽ 40,000 രൂപ അടുത്ത് വരുമ്പോൾ. അപ്പൊ ഇത് ചെയ്തു എന്ന് വെച്ചിട്ട് ഇതിനൊക്കെ വരില്ല എന്നൊന്നുമില്ല. ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ വരും, നെക്സ്റ്റ് ഈ കൈയിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം വരും എന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയില് ഇപ്പൊ 1 മാസം 22,000 രൂപയുടെ മരുന്ന് തന്നെ ആവശ്യമുണ്ട്. പിന്നെ കയ്യും കേട് വരിക, പൈസയും ചെലവാക്കുക, അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് പിന്നെ ഹോമിയോ ഡോക്ടറെ കാണിച്ചു. കുറച്ചു കാലം ഒരു 3 മാസത്തോളം മരുന്ന് കുടിച്ചു നോക്കി. എന്നിട്ടും വേദന ഭേദമില്ല. അങ്ങനെയാണ് എന്റെ അച്ഛൻ ഒരു ദിവസം സാറിന്റെ അടുത്ത് പോയത്, മജീദ് സാറിന്റെ അടുത്ത് പോയി. അങ്ങനെ സാറിന്റെ വേണ്ടി പറഞ്ഞു. അങ്ങനെ വന്നു. ആദ്യത്തെ ദിവസം എന്റെ ഈ ഉണ്ടായിരുന്നുള്ളെങ്കിൽ രണ്ടാമത് ഈ വിരല് അതുപോലെ ഇത്ര മാത്രം ഇങ്ങനെ മടങ്ങുള്ളൂ എന്നുള്ള അവസ്ഥ. ഇപ്പൊ എനിക്കിത് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കയ്യില് ഞാന് റിസ്റ്റ് ബാൻഡ് കെട്ടുന്നതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു വിരലിന് ഒന്നും കഴിയില്ല എന്നുണ്ടപ്പോ സാറിന്റെ കയ്യിലുള്ള റിസ്റ്റ് ബാൻഡ് എനിക്കൊന്ന് കെട്ടിത്തന്നു എന്നല്ല, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് അഴിച്ചപ്പം എനിക്ക് വേദനയ്ക്ക് നല്ല ആശ്വാസം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുന്നുണ്ട്, ഇവിടെയൊക്കെ തൊടാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കും തരാവോ ഇങ്ങനെ സംഭവം, എനിക്കും വാങ്ങിച്ചു തരാവോ, എത്ര രൂപ വരും എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇത് ഒറ്റയടിക്ക് അങ്ങനെ ഇത് മാത്രം തരാൻ പറ്റില്ല, അതിന്റെ കൂടെ കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ട്, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം സമയമായിട്ടുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡിനെയും കൂടി കൂട്ടിയിട്ട് വിളിച്ചിട്ട് വരൂ, അന്നേരം പറയാം കംപ്ലീറ്റ് ആയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ക്യാഷിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇത്രയും മേലൊന്നും ഇപ്പൊ നമുക്ക് താങ്ങുന്ന കാര്യമല്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കണ്ട, ഇപ്പൊ ഈ അക്യുപഞ്ചറുമായിട്ട് നമുക്ക് തൽക്കാലം പോവാന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച പോയപ്പോഴും ഇതുപോലെ ഒന്ന് കെട്ടി തന്നപ്പോ വീണ്ടും 1-2 ദിവസം എനിക്ക് നല്ല സുഖമായിട്ട് കൈ ഉപയോഗിക്കാനുള്ള ഒരു അവസ്ഥ കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തരക്കേടില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് വാങ്ങിക്കാൻ തന്നെ വിചാരിച്ചു. അപ്പൊ ഏട്ടൻ അങ്ങനെ പെട്ടെന്ന് സാറെടുത്ത് ഓർഡർ കൊടുക്കുകയും പിന്നെ ഡിസംബർ 27-ന് എനിക്ക് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. അപ്പൊ അത് കിട്ടിയതിന് ശേഷമുള്ള എന്റെ മാറ്റങ്ങളാണ് ഇനി എനിക്ക് അമേസിംഗ് ആയിട്ട് പറയാനുള്ളത് എല്ലാവർക്കും. എന്നുവെച്ചാല് എന്റെ ഈ ഷുഗർ ഇങ്ങനെ വേരിയന്റ് ആവുന്ന സിഗ്സാഗ് മോഡലിലുള്ള ഈ ഷുഗർ ഒരു നോർമൽ ലൈനിലേക്ക് എത്തി. അതായത് പറ്റ കുറയുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ല. പിന്നെ കൂടുതലാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഞാനപ്പോ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോ 2 ദിവസം മുമ്പ്, അല്ല 2 ദിവസമല്ല, ഒരാഴ്ചയിൽ ഞാൻ ഇൻസുലിൻ വെക്കാൻ മറന്നുപോയി. ആ ഒരു കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഷുഗർ സ്വല്പം ഒന്ന് കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഷുഗർ ഇപ്പോ നോർമൽ ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ അങ്ങനെ ആ ഷുഗറിന്റെ ലെവല് നോർമലായി. പിന്നെ രാവിലെയൊക്കെ എണീക്കുമ്പോ ഭയങ്കര പിന്നെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഉറക്കം മതിയായിട്ടില്ല, ഭയങ്കര ക്ഷീണാണ്, കയ്യിന് വേദന, കാലിന് വേദന, ഫുൾ മസിൽ പെയിന്, പിന്നെ തലവേദന ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്നൊക്കെ ഒരു മോചനം കിട്ടിയിട്ടുണ്ട്. ഒരു എനർജറ്റിക് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ എന്താ പറയാ മുഖത്തിനും എന്താ പറയാ ഈ വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോ മുഖത്തിനുള്ള ആ ഒരു ഷൈനിങ്ങും അതുപോലെ ഒരു ഉഷാറ് ഒക്കെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി നന്നായിട്ട് കൊഴിഞ്ഞിരുന്നു. ഈ കൊഴിഞ്ഞ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇത് വെച്ചിട്ട് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോ ഇവിടെയൊക്കെ നേരെയൊക്കെ ഉള്ളതൊക്കെ കുറെ മാറി വരുന്നുണ്ട്. കുറേശ്ശേ ഉള്ളൂ. പിന്നെ കാലിൽ ഇതുപോലെ ചെറിയ ചെറിയ മുറിവുകള്, അതേ ഷുഗറിന്റെ ആയിരിക്കുന്നു വിചാരിക്കുന്നു, കുഞ്ഞു കുഞ്ഞു മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. ആ മുറിവുകളിൽ ഈ വെള്ളം പുരട്ടിയതിന് ശേഷം എനിക്ക് ആ മുറിവ് പാടെ മാറി, അതിന്റെ സ്കാറ് വരെ മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട് ഇപ്പൊ. പിന്നെ കയ്യിലൊക്കെ ഇൻസുലിൻ ഒക്കെ വെച്ചിട്ടുള്ള പാടാണോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു. അത് എന്താ പിന്നെ പറയാ, ഈ ചക്കമുള്ളന്റെ പോലെ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇത്രയും കാലം ഞാൻ 25 വർഷമായിട്ട് ഇങ്ങനെ നടന്നിരുന്ന കാര്യം ഈ ഡിസംബർ 27 മുതൽ ഇന്നിപ്പോ ഈ ഫെബ്രുവരി 16 വരെ ആയപ്പോഴേക്കും ഇത്രയും ദിവസത്തിന്റെ ഉള്ളില് എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അങ്ങനെ തൊട്ടാൽ ഇപ്പൊ ആ ഒരു പ്രശ്നമൊന്നുമില്ല. 2 കൈയിലും സോഫ്റ്റ് ആയി. അങ്ങനെ ചൊറിയുള്ള ഭാഗങ്ങളൊക്കെ ഈ വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോഴൊക്കെ പൂർണ്ണമായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മൊത്തം പറഞ്ഞാൽ ഒരു ഉഷാറ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു മനസമാധാനം, ഒരു രക്ഷപ്പെടാനുള്ള ഒരു തുമ്പ് പിടിച്ചു കിട്ടി, അതിൽ പിടിച്ചു കയറിയാൽ മാത്രം മതി എന്നൊരു ആശ്വാസം മനസ്സിലേക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു ഇബയോട്ടോറിയം പ്രൊഡക്റ്റിലേക്ക് വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഭാവി ആശംസിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു നാളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അതിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് തന്നെ ചുവടുകൾ വെക്കാം. ജയ് ഇബയോട്ടോറിയം. നമസ്തേ.